രണ്ട് അമേരിക്കൻ യുദ്ധക്കപ്പലുകളെ ഓർമൂസ് കടലിടുക്കിൽ വെച്ച് ഇറാൻ ആക്രമിച്ചു. ഒരു ഭാഗം തീ കത്തിയിരിക്കുന്ന തരത്തിലുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പ്രൊജക്റ്റ് ഫ്രീഡത്തിൻ്റെ ഭാഗമായി അമേരിക്ക ഈ മേഖലയിൽ കപ്പലുകളെ വിന്യസിക്കുകയും ഇറാൻ തടഞ്ഞു വച്ചിരിക്കുന്ന കപ്പലുകൾക്ക് സുരക്ഷ ഒരുക്കുക എന്നതുമാണ് യഥാർത്ഥത്തിൽ പ്രൊജക്റ്റ് ഫ്രീഡത്തിൻ്റെ ലക്ഷ്യം. അതിന് എത്തിയ കപ്പലിന് നേരെയാണ് ഇറാൻ്റെ ഭാഗത്തുനിന്ന് ആക്രമണം വന്നത്. ഇറാൻ സ്ഥിരീകരിച്ചു. നാശനഷ്ടവുമായിട്ട് ബന്ധപ്പെട്ട വിവരത്തെക്കുറിച്ച് വിവരങ്ങളൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. രണ്ട് യുദ്ധക്കപ്പൽ തങ്ങളുടെ സുരക്ഷിത മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ആക്രമണത്തിന് വിധേയമായി എന്നുള്ളതാണ് അമേരിക്കയുടെ സൈനിക മേധാവിയുടെ ഭാഗത്തുനിന്ന് പ്രതികരണം വന്നിരിക്കുന്നത്. ഓർമൂസ് കടൽ കടക്കരുത് എന്ന് ഇറാൻ്റെ മുന്നറിയിപ്പ് തള്ളിയതിനാൽ തങ്ങൾ അവർക്ക് വാണിംഗ് നൽകുകയും ആ വാണിംഗ് ധിക്കരിച്ചതിന് ശേഷം വീണ്ടും കപ്പൽ മുന്നോട്ട് പോയ സമയത്ത് തങ്ങൾ ആക്രമിക്കുകയായിരുന്നു എന്ന് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇറാൻ്റെ IRGC പ്രതികരിച്ചു. പ്രൊജക്റ്റ് ഫ്രീഡത്തിൻ്റെ ഈ ഫ്രീഡവുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണം ഇറാൻ്റെ ഭാഗത്തുനിന്ന് വന്നാൽ ഇറാൻ തന്നെ ഇല്ലാതാകുന്ന തരത്തിൽ തങ്ങൾ ആക്രമണം ഘടിപ്പിക്കുമെന്നും പിന്നീട് പ്രതലത്തിലോ ഭൂതലത്തിലോ ഇറാൻ ഉണ്ടാകില്ല എന്നാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്ക പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രതികരിച്ചത്. അങ്ങനെ പറഞ്ഞ് ഏകദേശം 8 മണിക്കൂർ കഴിഞ്ഞതോട് കൂടിയിട്ട് തന്നെ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് അമേരിക്ക ഇറാൻ്റെ അതിർത്തി കടക്കാൻ ശ്രമിക്കുകയും ഇറാൻ ആക്രമിക്കുകയും കപ്പൽ തീപിടുത്തത്തോടു കൂടി തന്നെ തിരിച്ചു പോവുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ഇറാനെ ഇല്ലാതാക്കുക എന്നുള്ള വാക്ക് പ്രയോഗങ്ങളൊക്കെ ഇഷ്ടംപോലെ തവണ പലതരത്തിലും പല രീതിയിലും ഡൊണാൾഡ് ട്രംപ് പ്രയോഗിക്കാറുണ്ട്. അത് എവിടെയും ലക്ഷ്യം കാണാറില്ല. അത് പ്രയോഗവൽക്കരിച്ചു കൊണ്ടേയിരിക്കുക എന്നുള്ളതല്ലാതെ അത് യുദ്ധം ചെയ്ത് പരാജയപ്പെടുത്തേണ്ട ഇറാനെ യുദ്ധം ചെയ്തുകൊണ്ട് പരാജയപ്പെടുത്താൻ സാധിക്കുകയില്ല എന്ന് ഏറെക്കുറെ അമേരിക്കക്ക് ബോധ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. പിന്നീട് ഇപ്പോൾ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഓർമൂസ് കടലുമായിട്ട് ബന്ധപ്പെട്ട് ഇറാൻ പിടിച്ചു വെക്കുന്നതിന് അമേരിക്ക മോചിപ്പിക്കുക. ഇറാൻ ഈ നഷ്ടപരിഹാരം ഇറാനിൽ നിന്ന് ടാക്സ് ഇനത്തിൽ പണം വാങ്ങുന്ന കപ്പലിനെ തടയുക. ഇത്തരം പ്രവൃത്തികളാണ് അമേരിക്ക ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിർമ്മിക്കപ്പെടുന്ന പെട്രോളിയം ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്താൻ പറ്റാത്തതും കെട്ടിക്കിടക്കുന്നതുമായിരിക്കുന്ന ഒരു പരിതസ്ഥിതി ഇറാനിൽ ഉണ്ടാവുകയാണെങ്കിൽ അതിന് തക്കതായിരിക്കുന്ന പ്രതിഫലം അമേരിക്ക അനുഭവിക്കേണ്ടി വരും എന്ന് IRGC മുൻകൂട്ടി തന്നെ പറയുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഫുജൈറ കേന്ദ്രീകരിച്ചുകൊണ്ട് ആക്രമണം നടത്തിയതോടുകൂടി രണ്ടാം ഘട്ട യുദ്ധത്തിൻ്റെ ആരംഭം കുറിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പാണ്. അപ്പോൾ ഇപ്പോൾ പറയുന്ന കാര്യം ഇങ്ങനെയാണ്: ഏത് രാജ്യത്തിന് വേണമെങ്കിലും തങ്ങളോട് സുരക്ഷാ സഹായം ചോദിക്കാം, ഞങ്ങൾ നൽകും എന്നുള്ളതാണ്. അപ്പോൾ ഈ ഓർമൂസ് കടലുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണെങ്കിൽ അതിന് ഇറാൻ കൊടുത്തിരിക്കുന്ന മറുപടി ഇങ്ങനെയാണ്: അവർക്ക് സുരക്ഷ ഒരുക്കാൻ ഒരുപക്ഷെ നിങ്ങൾക്ക് സാധിക്കും, എന്നാൽ നിങ്ങൾക്കാര് സുരക്ഷ ഒരുക്കും എന്നുള്ളതാണ്. അമേരിക്കയുടെ സൈനികർക്കും അമേരിക്കയുടെ സൈനിക കപ്പലുകൾക്കും ഓർമൂസ് കടൽ കടന്ന് പോകണമെങ്കിൽ അത് തീരുമാനിക്കേണ്ട അധികാരം ഇറാനാണുള്ളത്. ഇറാനാണ് ആ കാര്യത്തെപ്പറ്റി പറയുക. അതിന് അമേരിക്കയ്ക്ക് പ്രത്യേകിച്ച് റോളൊന്നുമില്ല എന്നതിന് മറുപടി പറഞ്ഞിട്ടുണ്ട്. ഈ അമേരിക്കയുടെ ഭാഗത്ത് പുറത്തു വരുന്ന വിവരം 6ഓളം ബോട്ടുകൾ തങ്ങൾ തകർത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് അമേരിക്കയുടെ കപ്പലിനെ വളയാൻ വേണ്ടി ശ്രമിച്ച സ്പീഡ് ബോട്ടുകൾ ഹെലികോപ്റ്റർ ഉപയോഗിച്ചോ മറ്റോ തങ്ങൾക്ക് തകർക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവരുടെ ആക്രമണത്തിൽ നിന്ന് ലക്ഷ്യം കാണിക്കാൻ വേണ്ടി ഇറാന് സാധിച്ചിട്ടില്ല എന്നവർ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ പിന്നെ ഒരു ചോദ്യം അവിടെ ബാക്കി വന്നിട്ടുണ്ട്, അതിനൊരു ഉത്തരം പറഞ്ഞിട്ടില്ല. പിന്നെ എന്തിനാണ് നിങ്ങൾ ഓർമൂസ് കടലിൻ്റെ ഭാഗത്തുനിന്ന് തിരിഞ്ഞു പോകുന്നത് എന്നുള്ളതാണ്. അക്രമം നടത്തി ഒരു കപ്പൽ തിരിഞ്ഞു പോകുന്നു എന്നുള്ളത് ഇതിനടുത്ത റിപ്പോർട്ട് വന്നതാണ്. അതിനവർ മറുപടി പറഞ്ഞിട്ടില്ല. അത് ഏത് തരത്തിലാണ് എന്നതിനെ കുറിച്ചിട്ട് മറുപടി പറയാതെ ഒഴിഞ്ഞു മാറി എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ ഇറാൻ്റെ സമീപനത്തിൽ താൻ തൃപ്തനല്ല എന്നുള്ളത് ട്രംപ് പറഞ്ഞു. സംതൃപ്തനല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അവർ കുറച്ചുകൂടി പക്വതയോടുകൂടി വിഷയത്തിൽ ഇടപെടുകയും അതിനനുസരിച്ചുള്ള പരിഹാരങ്ങൾ തങ്ങളുടെ ഭാഗത്ത് ഉണ്ടാവും. സാമ്പത്തികപരമായ രീതിയിൽ തങ്ങൾ സഹായിക്കാൻ പോലും തയ്യാറാണെന്നാണ് പറയുന്നത്. അതിനെന്ത് ചെയ്യണം? ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ തീർക്കണം, മിസൈലുകൾ ഉണ്ടാക്കില്ലെന്ന് കരാർ വ്യവസ്ഥ ചെയ്യണം, ഓർമൂസിൻ്റെ നിയന്ത്രണം ഒഴിവാക്കണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് അമേരിക്ക പറയുന്നത്. ഇതൊന്നും അംഗീകരിക്കുന്ന കാര്യമല്ല, സ്വപ്നതുല്യമായിരിക്കുന്ന കാര്യമാണ്. അത് അമേരിക്ക പറഞ്ഞുകൊണ്ടേ നിൽക്കും, ട്രംപ് പറഞ്ഞുകൊണ്ടേ നിൽക്കും, ഞങ്ങൾ അതിനെതിരെ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. അതാണ് IRGC മറുപടി ആയിട്ട് പറഞ്ഞത്. ഇപ്പോൾ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാനെ കേന്ദ്രീകരിച്ചുകൊണ്ട് സമാധാന ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇപ്പോൾ നടക്കുന്നു. ഈ ഭാഗത്താണെങ്കിൽ യുദ്ധം ശക്തമാക്കിയിരിക്കുന്നു. അതായത് ഇറാൻ പറയുന്ന കാര്യം ഇങ്ങനെയാണ്: അയൺ ഡോം ഇസ്രായേലിൽ നിന്ന് UAE സ്ഥാപിച്ചതോടുകൂടി
യുദ്ധത്തിന് വേണ്ടി അമേരിക്ക തയ്യാറാകുന്നു എന്നതിൻ്റെ മുന്നറിയിപ്പായിട്ട് തന്നെ ഞങ്ങൾക്ക് ആ കാര്യം മനസ്സിലായിട്ടുണ്ട്. അല്ലാതെ 2 മാസത്തോളം ഏറെക്കുറെ ശാന്തമായിരിക്കുന്ന ഒരു മേഖലയിൽ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇസ്രായേലിൽ സ്ഥാപിക്കപ്പെട്ട അയൺ ഡോം എന്ന് പറയുന്ന പ്രതിരോധ സംവിധാനം UAE എത്തിച്ചുകൊണ്ട് അവിടെ സ്ഥാപിക്കണമെങ്കിൽ അതിൻ്റെ പിന്നാമ്പുറം എന്തൊക്കെയോ പ്രവർത്തനങ്ങൾ വരാൻ പോകുന്നു എന്നതിൻ്റെ മുന്നറിയിപ്പായിട്ട് തന്നെ തങ്ങൾ മനസ്സിലാക്കുകയും അതിനനുസരിച്ച് സായുധ സൈനിക സംവിധാന കാര്യങ്ങൾ തങ്ങൾ ഒരുക്കൂട്ടുകയും ചെയ്തു. വളരെ കൃത്യമായിരുന്നു. അവർ തങ്ങളുടെ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ആക്രമണം നടത്തി, ഞങ്ങളാണെങ്കിൽ അവർക്ക് തിരിച്ചടി നൽകുകയും ചെയ്തു. ആ തിരിച്ചടിക്ക് മുമ്പിലൊന്നും അയൺ ഡോമിന് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടില്ല. ഇനി ഫുജൈറ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഇവർ അയൺ ഡോം സ്ഥാപിച്ചിട്ടുണ്ടോ എന്ന പരിശോധന നടത്തുന്നു. സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ 15 തവണയെങ്കിലും ഇറാൻ ആക്രമണം നടത്തിയിട്ട് എന്തുകൊണ്ട് അത് തകർക്കപ്പെട്ടിട്ടില്ല എന്നൊരു ചോദ്യത്തിനും കൂടി യഥാർത്ഥത്തിൽ അമേരിക്ക ഉത്തരം പറയേണ്ടി വരും. ഇറാനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വീണ്ടും അവർ ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യം, അത് മധ്യസ്ഥർ ചോദിച്ചു നമ്മൾ പ്രശ്ന പരിഹാരത്തിന് വേണ്ടി എന്തെങ്കിലും മാറ്റങ്ങളുണ്ടോ എന്തെങ്കിലും ഇതേ ആദ്യത്തെ നിലപാട് തന്നെയാണ് എന്നുള്ളത്. ഇറാൻ പറഞ്ഞ നിലപാട് ഒന്ന് തന്നെയാണ്. ആ നിലപാട് തന്നെയാണല്ലോ യുദ്ധത്തിൽ കാര്യങ്ങൾ എത്തിച്ചത്. മരവിപ്പിച്ച തങ്ങളുടെ ആസ്തി തിരിച്ചു തരണം, നഷ്ടപരിഹാരം നൽകണം, ഹോർമുസുമായിട്ട് ബന്ധപ്പെട്ട കടൽ പരപ്പിൽ നിന്ന് അവർ ഒഴിഞ്ഞു പോകണം, ഈ മേഖല ഒരു ഭീഷണിയുടെ മേഖലയാക്കി മാറ്റാൻ വേണ്ടി പാടില്ല. അങ്ങനെ തുടങ്ങിയിരിക്കുന്ന 14 നിർദ്ദേശങ്ങൾ അവർ ആവർത്തിച്ചുകൊണ്ട് പറഞ്ഞു. അതിപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതാണ് ഞങ്ങളുടെ നയങ്ങളും നിലപാടും. ഒരു രാജ്യം അതിൻ്റേതായിരിക്കുന്ന സമീപന നിലപാടെടുക്കുന്ന സമയത്ത് അതിന്ന് മാറ്റത്തിരുത്തുകൾ വരുത്തുക എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ വേണ്ടി സാധിക്കുകയില്ല. അത് അമേരിക്കയും ചെയ്യില്ല, ഞങ്ങൾ ഏതായാലും ചെയ്യുകയില്ല. അപ്പോൾ മുന്നറിയിപ്പ് അവഗണിച്ചത് കൊണ്ട് മിസൈൽ ഇതിൽ പറയുന്ന കാര്യം ഇങ്ങനെയാണ്. ഇറാൻ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്, അവർക്ക് ഞങ്ങൾ മുന്നറിയിപ്പ് നൽകി, പക്ഷേ അത് അവർ അവഗണിച്ചു. പിന്നീട് മിസൈൽ മഴ വർഷിച്ചു. അതോടുകൂടി അവർക്കത് ബോധ്യമായി. പിന്നെ അതിൻ്റെ ശേഷം യാതൊരു സമീപനങ്ങളോ എതിർപ്പുകളോ അതല്ലെങ്കിൽ പത്രപ്രസ്താവനകളോ സോഷ്യൽ ട്രൂത്തിലൂടെ ഈ ട്രംപിൻ്റെ ഭീഷണിയോ ഒന്നും ഉണ്ടായിട്ടില്ല. കൊടുക്കേണ്ട സമയത്ത് കൊടുക്കേണ്ട രീതി കൊടുത്തതോടുകൂടി അത് അവസാനിച്ചു എന്ന് ചുരുക്കം. വാണിജ്യ കപ്പലുകളെ ആക്രമിക്കുക സഹിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് എന്ന് അമേരിക്ക പറഞ്ഞു. അത് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ തന്നെ സഹിക്കാൻ പറ്റാത്തതാണെന്ന് ഇറാനിന് മറുപടിയും പറഞ്ഞു. മൈനുകൾ നീക്കി എന്ന് അമേരിക്ക അവകാശപ്പെടുന്നുണ്ട്. ഈ ഹോർമുസ് കടലുമായിട്ട് ബന്ധപ്പെട്ട് മറ്റ് കപ്പലുകളെ ആക്രമിക്കാൻ തരത്തിലുള്ള മൈന് സംവിധാന കാര്യങ്ങളൊക്കെ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്, അത് നീക്കം ചെയ്തിട്ടുണ്ട് എന്നാണ് അമേരിക്ക പറയുന്നത്. എന്നാൽ അമേരിക്കയുടെ വാക്ക് കേട്ട് ആ മേഖലയിലൂടെ ഏത് കപ്പൽ യാത്ര ചെയ്താലും അതിൻ്റേതായിരിക്കുന്ന ദുരന്ത ഫലമുണ്ടായാൽ നിങ്ങൾ മാത്രമാണ് ഉത്തരവാദി, ഞങ്ങളത് പറയരുത് എന്ന് ഇറാൻ എന്ന് പ്രതികരിക്കുകയും ചെയ്തു. അപ്പോൾ അതിൻ്റെ അർത്ഥം അത് മാറ്റിയിട്ടൊന്നുമില്ല, അവർ അവിടെ തന്നെ സംഭവമുണ്ട്. മാത്രവുമല്ല വീണ്ടും അത് സ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എന്ന റിപ്പോർട്ട് അവരുടെ ഭാഗത്തുനിന്ന് പുറത്തു വരികയാണ്. ഈ രണ്ടാം ഘട്ട യുദ്ധം എന്ന് പറഞ്ഞാൽ ഫെബ്രുവരി 28-നാണ് യുദ്ധം തുടങ്ങുന്നത്. അങ്ങനെ യുദ്ധം തുടങ്ങി ഏപ്രിൽ 13-ന് അമേരിക്കയുടെ ഉപരോധം കൊണ്ടുവന്നു, ഹോർമുസുമായി കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഉപരോധം. ഈ ഉപരോധത്തോട് കൂടിയിട്ടാണ് സാമ്പത്തികപരമായിരിക്കുന്ന വിഷയങ്ങൾ മറ്റൊരു തലത്തിലേക്ക് നീങ്ങി. അതുവരെ ഏറെക്കുറെ ഇറാൻ്റെ ഭാഗത്തു നിന്ന് ഹോർമുസ് കടൽ വഴി കപ്പൽ പുറത്ത് ചാടിയിരുന്നു. അങ്ങനെ പുറത്തു വരുന്ന കപ്പലിനെ തടയുന്ന പ്രവൃത്തിയാണ് പുറത്ത് വെച്ചിട്ട് അറേബ്യൻ കടലിൽ വെച്ചിട്ട് അമേരിക്ക ചെയ്യുന്നത്. അപ്പോൾ ഹോർമുസ് കടന്നാലും അറേബ്യൻ കടൽ കടക്കില്ല എന്ന തരത്തിലേക്ക് അമേരിക്ക ഈ സ്ഥിതിയെ മാറ്റിയിരിക്കുന്നു എന്ന് ചുരുക്കം. ഇപ്പം വിദേശ മീഡിയകളൊക്കെ പ്രൊജക്റ്റ് ഫ്രീഡവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് പറയുന്നത് ഏറെക്കുറെ അത് പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഹോർമുസ് കടലുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ സുരക്ഷ ഉണ്ടാക്കുകയും അവിടെ മൈനുകൾ നീക്കം ചെയ്യുകയും അതോടൊപ്പം തന്നെ ഈ മേഖലയിൽ കുടുങ്ങിക്കിടക്കുന്ന കപ്പലുകളെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. 2 മാസത്തോളം സാമ്പത്തികപരമായ രീതിയിലുള്ള വലിയ ഞെരുക്കം ഇറാൻ അനുഭവിച്ചിട്ടുണ്ട്. കാര്യം അവരുടെ പ്രൊഡക്റ്റുകളൊന്നും, അതായത് പെട്രോളിയവുമായിട്ട് ബന്ധപ്പെട്ട ഉൽപ്പന്നങ്ങൾ പുറത്ത് വിപണിയിൽ വിൽക്കാൻ വേണ്ടി പറ്റുന്നില്ല. അവർക്കാണെങ്കിൽ ഈ കടൽ കടന്നുകൊണ്ട് അറേബ്യൻ കടലിലൂടെ യാത്ര ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ തങ്ങൾ അവിടെ ഉപരോധം സൃഷ്ടിച്ചതോടുകൂടി സാമ്പത്തികപരമായ രീതിയിലുള്ള വലിയ ഞെരുക്കവും വലിയ പ്രയാസവും ഉണ്ട്. അതുകൊണ്ട് അവർക്ക് മേലെ ഒരു ആധിപത്യം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും എന്ന് മനസ്സിലാക്കിയ ഡൊണാൾഡ് ട്രംപ് അയാളുടെ ഒരു വിഡ്ഢിത്തപരമായിരിക്കുന്ന ഒരു പ്രൊജക്റ്റാണ് ഫ്രീഡം പ്രൊജക്റ്റായിട്ട് പുറത്തു കൊണ്ടുവന്നത്. ആദ്യത്തെ യാത്രയിൽ തന്നെ വെടിവെപ്പ് നടന്നു എന്ന് മാത്രമല്ല മിസൈൽ ആക്രമണത്തിൻ്റെ സ്ഥിതി ഉണ്ടായത് സുരക്ഷ ഒരുക്കുന്ന അമേരിക്കൻ കപ്പലുകൾക്കാണ്. അപ്പോൾ ഇറാൻ മുമ്പ് ചോദിച്ച കാര്യം പ്രസക്തമാണ്. നിങ്ങൾ മറ്റു ലോക രാജ്യത്തിലെ കപ്പലിനെ സ്വതന്ത്രമായ രീതിയിൽ യാത്ര ചെയ്യാനുള്ള അനുമതി, സുരക്ഷാ സംവിധാന കാര്യങ്ങൾ ഒരുക്കും. അങ്ങനെയെങ്കിൽ ഒരു ചോദ്യമുണ്ട്, നിങ്ങളുടെ കപ്പലിന് ആര് സുരക്ഷ ഒരുക്കും എന്നുള്ളതാണ്. ആ കപ്പലിന് നേരെയാണ് ആക്രമണം നടത്തി, തീപിടുത്തം നടന്ന് വലിയ രീതിയിൽ പ്രതിസന്ധിയിലൂടെ നീങ്ങുന്നു. ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം നിലവിലെ സാഹചര്യത്തിൽ ഡൊണാൾഡ് ട്രംപ് പ്രതികരിച്ചിട്ടില്ല. ഇനി എന്താണ് വിഡിത്തം വിളിച്ച് പറയാമെന്നുള്ള തൊട്ടടുത്ത മണിക്കൂറായിട്ട് കാണാൻ വേണ്ടി സാധിക്കും. ഏതായിരുന്നാലും ഈ മേഖല ഒന്നുകൂടി സംഘർഷാവസ്ഥയായിരിക്കുന്നു എന്നാണ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.